പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും വചനാഭിഷേകമെന്ന ഈ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ 3 ദിവസങ്ങളിലായി ഷെക്കൈന ടെലിവിഷനിൽ നമ്മൾ ചെയ്യുന്ന ഈ ലൈവ് കൺവെൻഷനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 22-ാം അധ്യായം 19-ാം തിരുവചനം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാൻ ഹൃദയവും മനസ്സും ഒരുക്കുവിൻ. നമ്മൾ ഈ 3 ദിവസങ്ങളിൽ കർത്താവിനെ അന്വേഷിക്കുവാൻ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ ഇപ്പോൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ ശുശ്രൂഷയെ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. അമ്മയുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നമ്മോടൊപ്പം ഉണ്ടാകാൻ സ്വർഗത്തിൻ്റെ വലിയ ഇടപെടൽ ഈ ശുശ്രൂഷകളിലൂടെ ദൈവജനത്തിൻ്റെ മേൽ, തിരുസഭയുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, യുവജനങ്ങളുടെ മേൽ, ഈ ലോകം മുഴുവൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ കൃപയുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എത്രയും ദയയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. എത്രയും ദയയുള്ള മാതാവേ, ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ, കരുണതൻ നിറകുടമാകുമമ്മേ. ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ, കരുണതൻ നിറകുടമാകുമമ്മേ. കനിവോടെ ഇവരെ നീ കാക്കണമേ, കന്യകമാരുടെ റാണി നീയേ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സംഗീതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. എത്രയും ദയയുള്ള മാതാവേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരെയും ദൈവം ഈ സമയങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതകരമായി വെളിപ്പെടുത്തുന്ന സമയമാണിത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറിത്തുടങ്ങും. നമ്മൾ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് തിരിയും. നമ്മുടെ ഹൃദയവും മനസ്സും ചിന്തകളും എല്ലാം ഈശോയിലേക്ക് ആയിത്തീരും. ഈ സമയങ്ങളിൽ ദൈവത്തെ നമ്മൾ ആരാധിക്കുകയാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം തിരുവചനം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവിനെ തേടാനുള്ള സമയമാണിത്.
ഇത് ദൈവത്തെ തേടാനുള്ള സമയമാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ ലോകത്തിൽ എത്ര പേര് ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്, എത്ര പേര് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ട്, എത്ര പേര് വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകം മുഴുവൻ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും പിറകെയാണ്. എന്നാൽ വളരെ കുറച്ചു മനുഷ്യർ സഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി, നശിച്ചുപോയ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇന്നായിരിക്കുന്ന ഈ ഷെക്കൈന ടെലിവിഷൻ ചാനൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം അത്ഭുതകരമായി അനേകം പേരെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ ഷെക്കൈന മിനിസ്ട്രിയിലൂടെ ദൈവം ഉപയോഗിച്ചു. ഈ ചാനലിനെ ദൈവം കൂടുതൽ ശക്തമായി ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. തിരുസഭയ്ക്ക് വേണ്ടി, വഴിവിട്ടുപോയ ജീവിതങ്ങൾ കർത്താവിനെ അറിഞ്ഞ് തിരികെ വരുന്നതിനു വേണ്ടിയൊക്കെ ഈ ശുശ്രൂഷകൾ ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി, നമ്മുടെ അഭിവന്ദ്യ പിതാക്കന്മാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, അൽമായ ശുശ്രൂഷകർക്ക് വേണ്ടി, എല്ലാ വിശ്വാസികൾക്ക് വേണ്ടി, സകല ജാതി മതസ്ഥർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെങ്കിലും, എത്ര വലിയ വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, തകർന്നടിഞ്ഞ ജീവിതങ്ങളാണെങ്കിലും, ഈ കോവിഡ് കാലത്തിൽ ഭാരപ്പെട്ട് എന്ത് ചെയ്യും, സമ്പത്തില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ, വേദനിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട. നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. ടെലിവിഷൻ്റെ മുൻപിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, യൂട്യൂബിലൂടെ ഈ ശുശ്രൂഷകൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സമയങ്ങൾ എവിടെയാണെങ്കിലും ഈ ശുശ്രൂഷയോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്ന സമയമാണ്. യെശയ്യാ 58:9 ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവര്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയ വികാരങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹമുള്ളവര്, അതിന് തയ്യാറായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളും ഈ സമയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി, നമ്മുടെ വിശ്വാസം ആഴപ്പെടുന്നതിന് വേണ്ടി, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകം മുഴുവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇത് അത്ഭുതങ്ങളുടെ സമയമാണ്. നീ പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരമരുളും. ഹല്ലേലൂയാ. എല്ലാ പ്രിയപ്പെട്ടവர்களுം കൈകൾ അടിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ.
ദൈവമേ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. തിരുസഭയുടെ മേൽ കരുണയായിരിക്കണമേ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, ശക്തിയോടെ പാടി നമുക്ക് ആരാധിക്കാം. ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. നിശ്ചയം നിശ്ചയം ഈശോയേ, അതു നിശ്ചയം, കർത്താവേ, വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, പരിശുദ്ധാത്മാവേ, തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. വലിയ സന്തോഷത്തോടുകൂടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവത്തിന്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന സമയം, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ വിളിച്ച എല്ലാ പ്രിയപ്പെട്ട മക്കളും പ്രാർത്ഥിക്കട്ടെ. അത്ഭുതകരമായി ദൈവിക ഇടപെടൽ ഉണ്ടാകുന്ന സമയമാണ്. സ്വർഗത്തിന്റെ വെളിപ്പെടലുകൾ ഉണ്ടാകുന്ന സമയമാണ്. ദൈവവചനത്തിന്റെ അഭിഷേകത്തിന്റെ സമയമാണ്. തളർന്നുപോയ പ്രിയപ്പെട്ട മക്കൾ, വിശ്വാസം ക്ഷയിച്ചു പോയ മക്കൾ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നമ്മൾ അഭിഷേകം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വിശ്വാസത്തിന്റെ അഭിഷേകം, പ്രാർത്ഥനയുടെ അഭിഷേകം, കൃപാവരങ്ങളുടെ അഭിഷേകം ദൈവം നമുക്ക് നൽകുകയാണ്. പ്രാർത്ഥിക്കാം. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. കൈകളടിച്ച് കർത്താവിനെ ആരാധിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ഒരു പുതിയ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അടഞ്ഞ മനസ്സുകൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്കെതിരായി നിൽക്കുന്ന, ദൈവവചനത്തിനും വിശ്വാസത്തിനും എതിരെ നിൽക്കുന്ന സകല ഹൃദയങ്ങളുടെ മേലും മാനസാന്തരത്തിന്റെ അഭിഷേകം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവര്, അവരുടെ കുടുംബത്തിന്റെ, പ്രിയപ്പെട്ടവരുടെ, ബന്ധുമിത്രാദികളുടെ വഴിവിട്ട ജീവിതം, ദുശീലങ്ങൾ, ഇതുമൂലം വേദനിക്കുന്നവർ, കർത്താവേ, സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ, അഭിഷേകം നൽകണമേ. ഈശോയേ, കർത്താവേ, നന്ദി പറയുന്നു. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാൽ അരികിലുണ്ട്. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാൽ അവൻ അരികിലുണ്ട്. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. ശക്തിയോടെ പാടി ആരാധിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം,
വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. നിശ്ചയം വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം 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 അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ യേശുവേ, കർത്താവേ, ഇടപെടണമേ. അടഞ്ഞ ഹൃദയങ്ങളെ തുറക്കണമേ പരിശുദ്ധാത്മാവേ. വിശ്വാസത്തിൽ ഒരു ജ്വലനം ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവേ, അങ്ങ് ഇടപെടണമേ. ഹോളി ഹോളി ഹോളി. പ്രാർത്ഥിച്ചാൽ എല്ലാവരും ആവർത്തിച്ചു പാടുക. പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകുന്ന സമയം, പരിശുദ്ധാത്മാവിൻ പ്രവർത്തിക്കുന്ന സമയം. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് ഇടപെടണമേ, അഭിഷേകം ചെയ്യണമേ. നിശ്ചയം 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 അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. നിശ്ചയം നിശ്ചയം യേശുവേ, പരിശുദ്ധാത്മാവേ, നിശ്ചയം നിശ്ചയം കർത്താവേ, ആരാധന ആരാധന. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുമുള്ള സകല ദൈവജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ ഹൃദയം തകർന്ന് കർത്താവെ വിഷമിക്കുന്ന സകല മക്കളുടെയും ജീവിതങ്ങളിലേക്ക് അങ്ങ് ഇടപെടണമേ, അങ്ങയുടെ കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാറാ രോഗത്താൽ വേദനിക്കുന്ന, വ്യാധിയാൽ വിഷമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെയും ജീവിതങ്ങളിൽ അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം നീട്ടണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 സഭയുടെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, സ്നേഹത്തിന്റെ ആത്മാവേ. ഹോളി 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 ഹോളി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, സകല മക്കളുടെ ജീവിതങ്ങളിലും ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയാൽ നിറയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആകുലത, ഉത്കണ്ഠ, അസ്വസ്ഥത, നിരാശ, മനപ്രയാസം എല്ലാം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ആത്മീയ സന്തോഷത്താൽ, വലിയ പ്രത്യാശയാൽ ഈ ശുശ്രൂഷയിലൂടെ എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ ഹൃദയം ജ്വലിക്കട്ടെ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധാത്മാവേ, കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 118 അധ്യായം അതിൻ്റെ 24 തിരുവചനം. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. ദൈവം ഒരുക്കിയതാണ് ഈ ദിവസമെങ്കിൽ ഈ ദിവസത്തെക്കുറിച്ച് നമ്മൾ എന്തിന് ആകുലപ്പെടണം? നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്തിന് വിഷമിക്കണം? ദൈവം നടത്തും, അതാണ് വിശ്വാസം. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഇതാണ് വിശ്വാസം. ഈ വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വെൽക്കം ഹോളി സ്പിരിറ്റ്.
ആത്മാവേ ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പ്രിയപ്പെട്ട എല്ലാവരും, ഈ സമയങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, നിങ്ങളുടെ 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ ഭാരങ്ങളും വിഷമങ്ങളും കർത്താവിന് കൊടുക്കുക. നമ്മുടെ ദൈവം നല്ലവനാ. നമ്മുടെ കർത്താവ് ആരെയും തള്ളിക്കളയില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെല്ലാം മാറ്റി നിർത്തിയാലും, ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും, ആരെല്ലാം നിന്നെ ചവിട്ടി താഴ്ത്താൻ നോക്കിയാലും, ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒന്നുണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ. നിന്നെ ചേർത്ത് പിടിക്കാൻ, നീ എവിടെ താഴ്ത്തപ്പെട്ടുവോ അവിടെ നിന്നെ ഉയർത്തുവാൻ, നീ എവിടെ അപമാനിക്കപ്പെട്ടുവോ അവിടെ നമ്മെ ബഹുമാനിക്കുന്ന തലത്തിലേക്ക് വളർത്തുവാൻ, എവിടെ നമ്മൾ കരഞ്ഞോ അവിടെ സന്തോഷിക്കുവാൻ ദൈവം ഇടവരുത്തും. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആത്മാവാം ദൈവമേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എല്ലാവരും ചേർന്നൊന്ന് പാടാമോ? എൻ്റെ ഉള്ളിൽ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ പാടാം. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, പരിശുദ്ധാത്മാവേ ഹോളി സ്പിരിറ്റ് തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്നിൽ വന്നു വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ആത്മാവേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. Do not fear, I am with you always. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ വിഷമിക്കേണ്ട. ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടും. വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. പരിശുദ്ധാത്മാവേ ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ ശക്തിയായി എന്നിൽ നിറയണമേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ പരിശുദ്ധാത്മാവേ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പരിശുദ്ധാത്മാവേ ഞാൻ തളർന്നിടുമ്പോ ഹോളി സ്പിരിറ്റ് രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ വരണേ, എന്നിൽ വന്നു വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.
ചെയ്യണമേ. തിരുരക്തത്താൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. യേശുവിൻ്റെ രക്തമേ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ രക്തമേ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഹോളി സ്പിരിറ്റ്, തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോ എല്ലാ രോഗികളെ സൗഖ്യപ്പെടുത്തണം. സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ, ആത്മാവാം ദൈവമേ വരണേ. പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്നിൽ വന്നു വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് പരിശുദ്ധാത്മാവേ, ദൈവവചനം കേൾക്കാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ആത്മാവാം ദൈവമേ വരണമേ. എല്ലാ പ്രിയപ്പെട്ട മക്കളും ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുന്ന സമയമാണ്. ദൈവവചനം നമ്മുടെ നല്ല നിലമാകുന്ന ഹൃദയത്തിലേക്ക് വീഴണം. അത് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന വചനങ്ങൾ വീഴണം. അതിനുവേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ അവിശ്വാസത്തെ എടുത്തു മാറ്റണമേ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈശോയെ നന്ദി, കർത്താവേ നന്ദി, ദൈവമേ പരിശുദ്ധാത്മാവേ നന്ദി. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മളെല്ലാവരും യോഗ്യരായിരിക്കുവാൻ സർവീസിന്റെ പരിശുദ്ധ മാതാവേ ആൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി വചനാഭിഷേകം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ 3 ദിവസങ്ങളിലായി വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ നടക്കുന്ന ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുന്നത് എങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, ഇന്ന് ഒത്തിരി മനുഷ്യരുടെ സങ്കടമാണ് എങ്ങനെയൊക്കെ ജീവിച്ചിട്ടും ഒരു സന്തോഷം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ജീവിതം മുൻപോട്ട് പോകുന്നില്ല, തള്ളി നീക്കിക്കൊണ്ടിരിക്കുക, എന്ത് ചെയ്യണമെന്നറിയില്ല. എങ്ങനെയൊക്കെ പോയിട്ടും ഒരു ഉയർച്ചയില്ല, അല്ലെങ്കിൽ ഒരു മേൽഗതിയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ സങ്കടങ്ങളായിരിക്കുക ഇത്. പ്രിയപ്പെട്ടവരെന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവിക ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇതെല്ലാം മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവപ്രവൃത്തി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? അതായത് ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ ജീവിത പങ്കാളിയിലേക്ക്, നമ്മളായിരിക്കുന്ന മേഖലകളിലേക്കൊക്കെ, നമ്മുടെ കൂട്ടായ്മയിലേക്ക് എല്ലാം ഇറങ്ങി വരണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ വചനം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു വചനമാണ്. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും? പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഞാനിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ജോലി, എൻ്റെ ഭാവി, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, ജീവിത പങ്കാളി ആഗ്രഹിക്കുന്ന വിധത്തിലാകുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ വചനം നമുക്കുള്ള ഉത്തരമാണ്. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടും. ഒരിക്കൽ ഒരു കുഞ്ഞ് അപ്പനോട് ചോദിച്ചു, അപ്പാ, ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം വലുതാണ്, ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രമുണ്ട്? ഈ കുഞ്ഞ് അപ്പനോട് ചോദിച്ച ഈ ചോദ്യം കേട്ട് അപ്പനൊന്നും പറഞ്ഞില്ല. കുഞ്ഞിനെ വേഗം തന്നെ വീടിന് പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അങ്ങ് ആകാശത്തൂടി പോകുന്ന വിമാനത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് അപ്പൻ ഈ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ, നീ ഈ ആകാശത്തൂടി പോകുന്ന വിമാനത്തെ കണ്ടോ? കുഞ്ഞ് പറഞ്ഞു, കണ്ടു. ഈ വിമാനത്തിൻ്റെ വലിപ്പമൊന്ന് പറയാമോ? കുഞ്ഞ് പറഞ്ഞു, അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് അപ്പൻ കുഞ്ഞിനെ അടുത്തുള്ള വിമാനത്താവളത്തിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് വിമാനത്തിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് ചോദിച്ചു, മോനെ, ഇപ്പോൾ നീ കാണുന്ന ഈ വിമാനത്തിൻ്റെ വലിപ്പം നിനക്ക് പറയാമോ? കുഞ്ഞു പറഞ്ഞു, അപ്പോൾ ഇപ്പോൾ ഞാൻ കാണുന്ന വിമാനം വളരെ വലുതാണ്. എന്നിട്ട് അപ്പം പറഞ്ഞു, മോനെ, കുറച്ചു മുമ്പ് അങ്ങകലെ ആകാശത്തുകൂടി പോകുന്നതും ഇപ്പോൾ നീ ഈ വിമാനത്താവളത്തിൽ, ഈ എയർപോർട്ടിൽ കാണുന്നതും ഒരേ വിമാനം തന്നെയാണ്. എന്നാൽ കുറച്ചു മുൻപ് നിനക്ക് ആ വിമാനം ചെറുതായിട്ടും ഇപ്പോൾ കാണുന്ന വിമാനം വലുതായിട്ടും തോന്നുവാൻ കാരണം ഇപ്പോൾ നീ വിമാനത്തിൻ്റെ ഏറെ അടുത്തും വിമാനം നിന്നോട് ചേർന്നുമാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വിമാനം നിനക്ക് വലുതായി തോന്നുന്നത്. എന്നിട്ട് അപ്പം പറഞ്ഞു, മോനെ, ഇതുപോലെ തന്നെയാണ് മനുഷ്യരും ദൈവവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. ദൈവത്തോട് എത്രമാത്രം മനുഷ്യൻ ചേർന്ന് നിൽക്കുന്നുണ്ടോ അത്രമാത്രം
ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യന് വലുതായി തോന്നും, ദൈവത്തിൻ്റെ ശക്തി മനുഷ്യന് വലുതായി തോന്നും, ദൈവത്തിൻ്റെ പ്രവൃത്തി മനുഷ്യന് വലുതായി തോന്നും. എന്നാൽ എത്രമാത്രം ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നുണ്ടോ അത്രമാത്രം ഇതെല്ലാം ചെറുതായി തോന്നും. അവസാനം ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകും, തിരികെ വന്നില്ലെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തെ പോയിന്റ് നമ്പർ 1, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. എന്താണ്? ദൈവത്തോട് ചേർന്ന് നിൽക്കുക. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഡ്രോ നിയർ ടു ഗോഡ് ആൻഡ് ഹീ വിൽ ഡ്രോ നിയർ ടു യു. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിൻ്റെ 27-ാമത്തെ ഖണ്ഡികയിൽ ദൈവത്തിനായുള്ള ദാഹം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. 27-ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന ഇപ്രകാരമാണ്: ദൈവത്തിനു വേണ്ടിയുള്ള ദാഹം മനുഷ്യ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം മനുഷ്യൻ ദൈവത്താലും ദൈവത്തിനു വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടവനാണ്. തന്നിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിൽ നിന്ന് ദൈവം ഒരിക്കലും വിരമിക്കുന്നില്ല. മനുഷ്യൻ നിരന്തരം അന്വേഷിക്കുന്ന സത്യവും സൗഭാഗ്യവും ദൈവത്തിൽ മാത്രമേ അവൻ കണ്ടെത്തുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം പറയുകയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ. സഭ നമ്മളെ പഠിപ്പിക്കുന്നു, മനുഷ്യന് എവിടെയെല്ലാം പോയാലും അവന് സന്തോഷവും സൗഭാഗ്യവും എല്ലാം ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നും മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തകൻ ഇപ്രകാരം പറഞ്ഞത്, അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ കർത്താവിൻ്റെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് എത്രയോ അഭികാമ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ലോകം മുഴുവൻ നമ്മൾ ചുറ്റി സഞ്ചരിച്ചാലും, ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാനുള്ള സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും, സമ്പത്ത് കൊണ്ട് അമ്മാനമാടുന്നവരാണ് നമ്മളെങ്കിലും, ഈ ലോകത്ത് എവിടെയെല്ലാം പോയാലും പ്രിയപ്പെട്ടവരെ അതെല്ലാം തീർന്നു പോകുന്ന സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊന്നും നിലനിൽക്കില്ല. അല്പസമയത്തേക്ക് സന്തോഷം കിട്ടും, അതൊന്നും നിലനിൽക്കില്ല. എന്നാൽ ആത്യന്തികമായി നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റണമെങ്കിൽ, തീർന്നു പോവാത്ത സന്തോഷം, ദൈവം തരുന്ന സന്തോഷം, പരിശുദ്ധാത്മാവ് തരുന്ന ആനന്ദം, സ്വർഗം തരുന്ന ഈ കൃപകൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അന്യ സ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ കർത്താവിൻ്റെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് എത്രയോ അഭികാമ്യമാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും, ഹല്ലേലൂയ, ഏതെല്ലാം എൻജോയ്മെൻറ്റിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയാലും എന്തെല്ലാം ചെയ്താലും അതെല്ലാം തീർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെല്ലാം തീർന്നു പോകും. എന്നാൽ തീരാത്ത സന്തോഷം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ തരുന്ന സന്തോഷം ലോകം തരുന്നത് പോലെയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ലഭിക്കണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. സഹനത്തിൻ്റെ സമയത്തും മരുഭൂമി അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും, കണ്ണുനീരിൻ്റെ താഴ്വരയിലാണെങ്കിലും, രോഗം നമ്മളെ തളർത്തി കളയുമ്പോഴും, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നമ്മളെ ഉലയ്ക്കുമ്പോഴും, നമ്മുടെ കുടുംബം തീർന്നുവെന്ന് മറ്റുള്ളവർ നമ്മെ നോക്കി പരിഹസിച്ച് പറയുമ്പോഴും, അവിടെയെല്ലാം സന്തോഷത്തോടെ നിൽക്കണമെങ്കിൽ, വീണുപോകാതെ ഉറച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ കൃപകൾ നമുക്ക് ദൈവം തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണ്ടൊക്കെ ആളുകളുടെ അവസ്ഥ കണ്ട്
സ്റ്റാറ്റസ് പറയാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇന്ന് സ്റ്റാറ്റസ് കണ്ട് അവസ്ഥ പറയാൻ പറ്റുമെന്ന സ്ഥിതിയിലായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരുടെയും അവസ്ഥ അറിയണമെങ്കിൽ എന്ത് നോക്കിയാൽ മതി? അവരുടെ സ്റ്റാറ്റസ് നോക്കിയാൽ മതി. ഇത് പറയുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് പരിചയമുള്ളൊരു സുഹൃത്ത് സ്റ്റാറ്റസ് ഇട്ടിരിക്കുക, RIP, മരിച്ചു കിടക്കുന്ന ആ കല്ലറയുടെ ഒരു ഫോട്ടോയും പ്രൊഫൈൽ പിക്കായിട്ട് ഇട്ടിട്ടുണ്ട്. ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫാണ്. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആൾ സൂയിസൈഡിന് വേണ്ടി ശ്രമിച്ചു, പക്ഷെ മരിച്ചില്ല. ഒരു ലവ് ഫെയിലിയർ ആയപ്പോൾ സൂയിസൈഡ് ചെയ്തു, പക്ഷെ മരിച്ചില്ല. ഹോസ്പിറ്റലൈസ്ഡായി, 1 മാസം ICUയിലായി. അതിനുശേഷം വീണ്ടും തിരികെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഒരു ചെറിയ വിഷമം വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെക്കൻ നമ്മൾ കൈവിട്ട് കളഞ്ഞെന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മൾ തകർന്നു പോവുക. പ്രൈസ് ദി ലോർഡ്. ജീവിതം അവസാനിപ്പിക്കുക. മുമ്പോട്ട് ദൈവത്തിന് എത്രമാത്രം പ്രതീക്ഷകളുണ്ട്, ദൈവം എന്തെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം നമ്മെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചത് വ്യക്തമായ ചില ലക്ഷ്യങ്ങളോടും പദ്ധതികളോടും കൂടിയാണെന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഒരു നിമിഷം കൊണ്ട് ജീവൻ അവസാനിപ്പിക്കുന്നത്? എത്രയോ പേരാ ആത്മഹത്യയുടെ മുമ്പിൽ കേരളം മുൻപിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ കാണാനിടയായി അല്ലേ? അതുപോലെ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പോലും തകർന്നു പോവുക. കാരണം എന്താ പ്രിയപ്പെട്ടവരെ? നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാത്തത് കൊണ്ടാണ്. എത്ര വലിയ വിഷമം വന്നാലും, എത്ര വലിയ തകർച്ച വന്നാലും, എത്ര വലിയ തടസ്സങ്ങൾ വന്നാലും ഈ ലോകത്തിലൊന്നിനും നമ്മെ തകർക്കാൻ പറ്റില്ല എന്നുള്ള വിശ്വാസം കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിയമാവർത്തനങ്ങളുടെ പുസ്തകം അതിൻ്റെ 10-ാം അധ്യായം 20-ാം തിരുവചനം വായിക്കാം. കർത്താവിനെ, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടണം. നിങ്ങൾ അവിടുത്തെ സേവിക്കുകയും അവിടത്തോട് ചേർന്ന് നിൽക്കുകയും അവിടുത്തെ നാമത്തിൽ മാത്രം സത്യം ചെയ്യുകയും. കണ്ടോ, നിങ്ങൾ അവിടത്തെ ഭയപ്പെടുകയും അവിടത്തെ സേവിക്കുകയും അവിടത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് ചേർന്ന് നിൽക്കണം നമ്മൾ. ഹല്ലേലൂയ. പക്ഷേ ഈ ലോകം നമ്മളെ വലിക്കും. ഈ ലോകം നമ്മളെ വലിക്കും. കാരണം അതുപോലെ ഈ ലോകത്തിൽ നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആഗ്രഹങ്ങളെ കൊണ്ടുപോകാൻ തക്കവിധ ലോകത്തിൽ പലതും ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെയെല്ലാം നമ്മൾക്ക് നിൽക്കാൻ സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, കർത്താവിനോട് ചേർന്ന് നമ്മൾ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു രാജ്യം ശത്രു സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം, കാര്യങ്ങളെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവിനോട് മന്ത്രി പറഞ്ഞു, അല്ലയോ രാജാവേ, ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ഈ യുദ്ധം വിജയിക്കും. ഇത് കേട്ട രാജാവ് പുഞ്ചിരിയോടുകൂടി മന്ത്രിയോട് പറഞ്ഞു, അല്ലയോ മന്ത്രി, ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണോ? നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണെങ്കിൽ നിശ്ചയമായും ഈ യുദ്ധം നമ്മൾ വിജയിക്കും. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവമാണത്. അവൻ്റെ പേര് എമ്മാനുവേൽ എന്നാണ്. ദൈവം നമ്മോട് കൂടെ. അപ്പോൾ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ദൈവത്തോട് ചേർന്നാണോ നിൽക്കുന്നത്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്.
നമ്മൾ ദൈവത്തോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ മാർഗങ്ങളെ കർത്താവ് നയിക്കും. നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ് ആയിരിക്കുന്നതെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതങ്ങളെക്കുറിച്ച് ആകുലത നമുക്ക് വേണ്ട. ദൈവം തന്നെ നമ്മളെ മുമ്പോട്ട് നടത്തും, നയിക്കും. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 91 അധ്യായം അതിൻ്റെ 15 തിരുവചനം. അവൻ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. അവൻ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഷ്ടതയിൽ ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുമെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ കാലഘട്ടം കോവിഡ് മഹാമാരി വളരെയധികം പ്രയാസപ്പെട്ട് ലോകം മുഴുവൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും ദിവസം തോറും പ്രതിദിനത്തിൽ പ്രിയപ്പെട്ടവരെ വർധനവ് കൂടിക്കൊണ്ടിരിക്കുക. പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സൗഖ്യം ഇറങ്ങുന്നതിന് വേണ്ടി. ലോകം മുഴുവൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ നിറയപ്പെടാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഈ സമയങ്ങളിൽ. പ്രത്യേകിച്ച് ഈ കോവിഡ് രോഗം മൂലം ക്വാറൻറ്റൈനായി കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പ്രവർത്തിക്കണം പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇടപെടണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16 അധ്യായം 12 തിരുവചനത്തിൽ പറയുന്നു, മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, കർത്താവിൻ്റെ വചനമാണ് ഞങ്ങളെ സുഖപ്പെടുത്തിയത്. കർത്താവിൻ്റെ വചനം എവിടെയെല്ലാം കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം അത്ഭുത രോഗശാന്തി സൗഖ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഒരു അഭിഷേകമുണ്ടാകും. ദൈവത്തോട് ചേർന്ന് നമ്മൾ പോകുമ്പോൾ സന്തോഷം മാത്രം നിറഞ്ഞ ഒരു ജീവിതമായിരിക്കില്ല. പക്ഷേ എത്ര വലിയ വേദനയിലൂടെയാണ് പോകുന്നതെങ്കിലും നമ്മളവിടെ തകർന്നു പോവുകയില്ല എന്നുള്ളതാണ് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കർത്താവ് തരുന്ന വലിയൊരു ബ്ലെസ്സിങ് ആണ്, വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ പതറിപ്പോവേല, നമ്മൾ പിറുപിറുക്കേല, ഇതെൻ്റെ ദൈവം അറിയാതെ സംഭവിക്കില്ല എന്ന് നമ്മൾ പറയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ കേട്ടു, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. രണ്ടാമത്തെ പോയിന്റ്, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടാനുള്ള രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മൾ എവിടെയാണെങ്കിലും ഇന്ന് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ പേര് അവരായിരിക്കുന്ന മേഖലകളിലേക്ക് പോകുമ്പോൾ അറിയാതെ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മൾ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്തിന് മാത്രം ഒരു കോംപ്രമൈസും ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവിൻ്റെ നാമമല്ലാതെ. ഈ വിശ്വാസ സത്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ കൂദാശകളിൽ വിശ്വസിച്ച് അടിയുറച്ച് നമ്മൾ നിൽക്കണം. ദൈവവചനത്തിൽ, നമ്മുടെ വിശുദ്ധ പാരമ്പര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അതിൽ നിന്ന്
അണുവിട നമ്മൾ വ്യതിചലിക്കരുത്. നമ്മുടെ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് എത്രയോ പേരാണ് പ്രിയപ്പെട്ടവരെ കർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞു പോകുന്നത്, കൂതാശകളില്ലാതെ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ കണ്ടു. അവനെ കണ്ടപ്പോൾ കുറച്ച് നേരം സംസാരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് കാണുകയാണ്. അപ്പോൾ അവനോട് സംസാരിച്ചപ്പോൾ അവൻ പറയുക, അവന് വിശ്വാസമില്ല, പള്ളിയിൽ പോയിട്ട് നാളുകളായി, കുമ്പസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞപ്പോഴും അവന് പോകാൻ താല്പര്യമില്ല. ഇന്നിത് ഒരാളുടെ കാര്യമല്ല, അനേകം യുവജനങ്ങളുടെ കാര്യം. യുവജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എത്ര യുവജനങ്ങളുണ്ട് കർത്താവിനും സഭയ്ക്കും വേണ്ടി നിൽക്കുന്നത്, ദൈവവചനത്തിനു വേണ്ടി നിൽക്കുന്നത്. നമ്മുടെ വിശ്വാസ പാരമ്പര്യം കൈവിട്ട് കളയാതെ കാത്തു സൂക്ഷിക്കുന്ന എത്ര യുവജനങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേറെ ഒരു ലോകത്താ. ഒരു മൊബൈൽ ഫോൺ കിട്ടിയ, പബ്ജി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗെയിം ഉണ്ടെങ്കിൽ അത് മതി. പ്രൈസ് ദി ലോർഡ്. പിശാച് ഭാവി നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഇതുപോലത്തെ ഗെയിമിലൂടെയൊക്കെ. എത്ര പേരാ പഠിച്ചു കഴിഞ്ഞിട്ട് പണിയില്ലാതിരിക്കണേ? എത്ര യുവാക്കളാ പഠിച്ചിട്ട് പണിയില്ല, ജോലിയില്ല. എന്നാൽ ഈ സമയം മുഴുവൻ ഈ മൊബൈലിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് ചാറ്റ് ചെയ്ത് ഗെയിം കളിച്ച് മണിക്കൂറുകൾ മൊബൈൽ ഫോണിൽ കളയുന്നവരെ എനിക്കറിയാം, നിങ്ങൾക്കറിയാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാവാം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഉപയോഗിക്കണം ആവശ്യത്തിന്, നന്മയ്ക്ക് വേണ്ടി, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കണം. സഭയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. സഭയെക്കുറിച്ച് മോശമായ പോസ്റ്റുകൾ വരുമ്പോൾ അതൊന്നും ഒരിക്കലും ഷെയർ ചെയ്യരുത്. അവിടെയെല്ലാം നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിനും സഭയ്ക്കും വേണ്ടി നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 116 അധ്യായം അതിൻ്റെ 1 തിരുവചനം. വചനം പറയുകയാണ്, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. വചനം ഇപ്രകാരം പറയുന്നു, ഞാൻ കൊടിയ ദുരന്തത്തിൽ അകപ്പെട്ടു എന്ന് പറയുമ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തനം പറഞ്ഞു കണ്ടോ, ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിൽ തീവ്രതയുള്ളവനായിരുന്നു. അതിൽ യാതൊരു കോംപ്രമൈസും വരുത്തിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതമാണ്. പ്രശ്നങ്ങൾ വരും, രോഗങ്ങൾ വരും, കടബാധ്യത ഉണ്ടാകും, ഞെരുക്കങ്ങൾ ഉണ്ടാകും, തടസ്സങ്ങൾ ഉണ്ടാകും, പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. പക്ഷെ ഈ സമയങ്ങളിൽ ഒന്നും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല. അവിടെയെല്ലാം വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് കർത്താവിനും സഭയ്ക്കും വേണ്ടി നിലനിൽക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ മുമ്പോട്ട് വയ്ക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഒത്തിരിയേറെ നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി വരാൻ പോകുന്ന തലമുറ എവിടെയാണ്? പ്രൈസ് ദി ലോർഡ്. വിശ്വാസമില്ലാത്ത ഒരു തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ആയിരിക്കും? കർത്താവിൻ്റെ വചനം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. എനിക്കൊരു പെൺകുട്ടിയെ അറിയാം, നല്ല കൃപയുള്ള പെൺകുട്ടി, നല്ല രീതിയിൽ
കുടുംബത്തിന് യോജിച്ച വിധത്തിൽ ആ ക്രൈസ്തവമായ രീതിയിൽ വസ്ത്രം ധരിച്ച് വിശുദ്ധ കുർബാനയ്ക്കും കൂദാശകളിലും പങ്കെടുക്കുന്ന പെൺകുട്ടി, കുടുംബ പ്രാർത്ഥന നയിക്കുന്ന പെൺകുട്ടി, വീടിനും നാടിനും സന്തോഷമുള്ള പെൺകുട്ടി. പ്രിയപ്പെട്ടവരെ, ഇവൾ +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് പോയി. ഡിഗ്രിക്ക് ഇവൾ ചേർന്നപ്പോൾ ഇവക്ക് ലഭിച്ച ഫ്രണ്ടാകട്ടെ ഇതൊന്നുമില്ലാത്ത പെൺകുട്ടി, കുടുംബ പ്രാർത്ഥനയില്ലാത്ത വീട്, പള്ളിയിൽ പോവാത്ത വീട്, മദ്യപിക്കുന്ന അപ്പൻ, വൈദികരെയും സഭയെയും പുച്ഛിച്ച് തള്ളുന്ന കുടുംബം. ആ പെൺകുട്ടിയോട് ഈ പെൺകുട്ടി ചേർന്നു. 3 വർഷം ഡിഗ്രി ലൈഫ്. വളരെയധികം ഇവരുടെ സൗഹൃദം വളർന്നു. അതിനിടയിൽ ഇവളുടെ വസ്ത്രധാരണം മാറി, ഇവളുടെ ഹെയർ സ്റ്റൈല് മാറി, ഇവളുടെ ഫേസ് മാറി, ഇവളുടെ ജീവിത രീതി മാറി. പണ്ട് നല്ലത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടിയെക്കുറിച്ച് ഇപ്പോൾ മോശമായ കാര്യങ്ങൾ കേട്ടു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവൾ ലോകത്തിൻ്റെതായി മാറി. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ ഇതൊന്നും വലിയ കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മുടെ വിശ്വാസത്തിന് ചേർന്ന വിധം നമ്മൾ പ്രിയപ്പെട്ടവരെ പെരുമാറണം, ചിന്തിക്കണം. ഇന്ന് റോഡിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ട എത്രമാത്രം മോശമായ വിധത്തിലാണ് വസ്ത്രം ധരിക്കുന്നത്. കർത്താവിന് യോജിച്ച രീതിയിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിന് യോജിച്ച രീതിയിൽ ആർക്കും യാതൊരു വിധത്തിലുള്ള പ്രലോഭനത്തിനും ഇടയാകാത്ത വിധം നമ്മൾ സമൂഹത്തിൽ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ പെൺകുട്ടിയുടെ കാര്യം പറയാൻ കാരണം, ഇന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഒരുപാട് മാതാപിതാക്കൾ വിളിക്കാറുണ്ട്, ബ്രദർ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മോനെ കിട്ടുന്നില്ല, പറയുന്നത് അനുസരിക്കുന്നില്ല, ഞങ്ങൾ ഇങ്ങനെയല്ല അവനെ വളർത്തിയത്, ഞങ്ങൾ ഇങ്ങനെയല്ല അവളെ വളർത്തിയത്, പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല. പ്രിയപ്പെട്ടവരെന്ത്, എവിടെയാ പറ്റിയേ? എവിടെയാ നമ്മുടെ മക്കൾക്ക് തെറ്റുപറ്റിയേ? ഇന്ന് ഏറ്റവും കൂടുതൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഫ്രണ്ട്സ് എന്ന് പറയുന്ന മേഖലയാണ്. ഒരു വ്യക്തിയെ പണിതുയർത്താൻ സുഹൃത്തുക്കൾക്ക് പറ്റും, അതുപോലെ നശിപ്പിക്കാനും. ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവരെ നശിപ്പിക്കാനാണ് കൂടെയുള്ളവർ നോക്കുന്നത്. മദ്യപിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവൻ സുഹൃത്തുക്കളുടെ ഇടയിൽ ചെന്നാൽ മദ്യപിക്കുന്നില്ല എന്ന കാരണത്താൽ അവൻ പിന്തള്ളപ്പെടും. പിന്നെ അവനവിടെ നിൽക്കാൻ പറ്റില്ല, അവനെ കളിയാക്കും, പരിഹസിക്കും, നീ ഈ ലോകത്തിലാണോ ജീവിക്കുന്നതെന്ന് പറയും. അവസാനം ഇതെല്ലാം കേട്ട് അവൻ മദ്യപാനം തുടങ്ങും. ഇങ്ങനെ ഓരോ ശീലങ്ങൾ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ എങ്ങനെ ഇത്തരത്തിലുള്ള ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ വിശ്വാസം നമ്മുടെ തലമുറകളിലേക്ക് നമ്മൾ കൈമാറ്റം ചെയ്യണം. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതിന് വലിയ പ്രതിഫലമുണ്ട് കേട്ടോ. ഈ വിശ്വാസത്തിന് വലിയ പ്രതിഫലമുണ്ട്. വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. കർത്താവിൻ്റെ മുൻപിൽ സ്വർഗത്തിൽ ഇതിന് പ്രതിഫലമുണ്ട്. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മൾ വിട്ട്, ഈ ലോകം തരുന്ന കാര്യങ്ങൾ ഉപേക്ഷിച്ച്, നമ്മൾ കർത്താവ് പറഞ്ഞതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അതിന് പ്രതിഫലമുണ്ട്. തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ വെച്ച് തന്നെ 100 ഇരട്ടി, വരാനിരിക്കുന്ന കാലത്തോ നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടൊരു വിശ്വാസിക്ക് ചേർന്ന വിധം നമ്മൾ ജീവിക്കണം. വിശുദ്ധ
അഗസ്തീനോസ് പറയുന്നത് ഇപ്രകാരമാണ്: വിശ്വസിക്കാൻ വേണ്ടി മനസ്സിലാക്കുക, മനസ്സിലാക്കാൻ വേണ്ടി വിശ്വസിക്കുക. വിശ്വാസത്തിൻ്റെ സിമ്പിൾ ഡെഫിനിഷൻ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ വാക്കുകളാണ്. വിശ്വസിക്കാൻ വേണ്ടി മനസ്സിലാക്കുക, മനസ്സിലാക്കാൻ വേണ്ടി വിശ്വസിക്കുക. പണ്ട് ഒരു ദേശം മുഴുവൻ മഴയില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുക. ദീർഘനാളായി മഴയില്ല. അവിടുത്തെ കൃഷി നശിച്ചു, അവരുടെ വിളവുകൾ നശിച്ചു. ആ ദേശം മുഴുവൻ ദാരിദ്ര്യമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇടവകയിൽ വികാരിയച്ഛൻ പറഞ്ഞു, നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിക്കുകയാണ്, എല്ലാവരും വരണം, നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നാടിന് വേണ്ടി, ദേശത്തിന് വേണ്ടി, ഈ വരൾച്ച നമ്മുടെ ഈ ദേശത്ത് നിന്നും മാറിപ്പോകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അച്ഛനനുസരിച്ചു എല്ലാവരും, ഇടവകയിലുള്ള എല്ലാ ദൈവജനവും വന്നു, ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അവരൊരുമിച്ച് പ്രാർത്ഥിച്ചു. ഐക്യത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ ഇടവക മുഴുവൻ വികാരി അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന്, ആകാശമേഘങ്ങൾ തുറന്ന് ആ ദേശത്തേക്ക് സ്വർഗത്തിലെ ദൈവം മഴ വർഷിക്കുകയാണ്. ഇടിവെട്ടോടുകൂടിയ പെരുമഴ. ഇടവക ജനത്തിനും വികാരിയച്ഛനും സന്തോഷമായി. എല്ലാവരും മഴ കാണാൻ വേണ്ടി പള്ളിക്ക് പുറത്തു വന്ന് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സന്തോഷമായി. നല്ല മഴ, പെരുമഴ, കോരിച്ചൊരിയുന്ന മഴ. അവർക്ക് സന്തോഷമായി. കുറേ കഴിഞ്ഞിട്ട് മഴ നിൽക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആരും വീട്ടിലേക്ക് പോകാതെ നിൽക്കുക, മഴ മാറട്ടെ എന്നിട്ട് പോകാമെന്ന് കരുതി. ഹല്ലേലൂയ. ആ സമയങ്ങളിൽ ഒരു കുഞ്ഞു ബാലൻ ഇവരുടെ മുമ്പിലൂടെ കൊടയും പിടിച്ച് അവൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഈ ബാലൻ നമുക്ക് തരുന്നത്. കാര്യം ശരിയാ, അച്ഛൻ പറഞ്ഞപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് മഴ തരുമെന്ന് വിശ്വാസമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ വന്നു, പക്ഷേ മഴ തരുമെന്നുള്ള വിശ്വാസം അവർക്കില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അവർ പള്ളിയിൽ വരുമ്പോൾ എന്തുകൊണ്ട് വന്നാനേ? കുട എടുത്തേനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പല പ്രാർത്ഥനകളും പ്രിയപ്പെട്ടവരെ വിശ്വാസമില്ലാതെയാണോ വിശ്വാസത്തോടെയാണോ? വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നമ്മൾ ആദ്യം പാടി, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. 100% ഉറപ്പാണ്. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ വിശ്വാസത്തോടെയാണോ പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസത്തെ നമ്മൾ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിശ്വാസത്തെ ജ്വലിപ്പിച്ചില്ലെങ്കിൽ എന്തു പറ്റും? ആ വിശ്വാസം ക്ഷയിച്ച് അവസാനം ഇല്ലാതായി മാറും. അങ്ങനൊരു കാര്യമുണ്ട്. വിശ്വാസത്തെ ജ്വലിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തോടു കൂടെയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുകയാണ് പല കാര്യങ്ങളും, കർത്താവേ ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പി 4:19 ഈ വചനത്തിൻ്റെ അഭിഷേകത്തെ ഞാൻ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറുതെ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് അതിന് ഉത്തരം തരും. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എൻ്റെ രോഗം മാറട്ടെ, കർത്താവേ
എൻ്റെ കടബാധ്യതയുടെ മേൽ കരം നീട്ടണമേ. കർത്താവേ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ മക്കളുടെ ജീവിതങ്ങളിൽ ഇടപെടണമേ, എൻ്റെ മക്കളുടെ ഭാവി കാര്യങ്ങളിൽ ഇടപെടണമേ, എൻ്റെ ജീവിത പങ്കാളിയുടെ ദുശീലങ്ങളിൽ ഇടപെടണമേ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്ക്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. ദൈവം ഉത്തരം നൽകും. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി മെസ്സേജ് വിട്ടു, ബ്രദറെ 19 ലക്ഷം രൂപ കടമുണ്ട്, പ്രാർത്ഥിക്കണം. അടുത്ത ആഴ്ച ഈ പൈസ ഇതിൻ്റെ കുറച്ചെങ്കിലും കൊടുത്തില്ലെങ്കിൽ വളരെയധികം പ്രശ്നമാകും, ആളുകൾ വീട്ടിൽ വരും, എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വേദനിക്കുന്നവരാണോ നിങ്ങൾ? സാമ്പത്തികമായ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ കടം വാങ്ങിയ മേഖലയിൽ, അല്ലെങ്കിൽ ലോൺ അടക്കാൻ പറ്റാതെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അടവുകൾ മുടങ്ങിക്കിടക്കുകയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ഞാൻ ഈ പറയുന്ന വചനം നിങ്ങൾ ഹൃദയത്തിൽ എഴുതിയിട്ടോ. പറ്റുന്നവർ നിങ്ങളിത് ടെലിവിഷൻ്റെ മുമ്പിൽ കാണുന്നവർ നിങ്ങൾ പെട്ടെന്നൊരു പേപ്പറും പേനയും എടുത്ത് ഈ വചനം എഴുതിക്കോ. മൊബൈലിൽ കാണുന്നവർ മൊബൈലിലൊന്ന് നോട്ട് ചെയ്തോ, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിങ്ങൾ ഈ വചനം ഒന്ന് നോട്ട് ചെയ്തിട്ടോ. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ, നിങ്ങൾക്ക് ഇരട്ടി മടക്കിത്തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതാണ് വചനം. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ, നിങ്ങൾക്ക് ഇരട്ടി മടക്കിത്തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നിങ്ങൾ എല്ലാ ദിവസവും കാണാതെ പഠിച്ചിട്ട് നിങ്ങൾ ഒരു 100 പ്രാവശ്യം നിങ്ങൾക്ക് ചെല്ലാൻ പറ്റിയ സമയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് എത്രമാത്രം ചൊല്ലാൻ പറ്റുമോ അത്രമാത്രം ചൊല്ലിക്കോ. നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ, അതായത് നിങ്ങളുടെ കടബാധ്യത പൊട്ടിച്ചെറിയുന്നൊരു വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ തീരും? ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ പ്രസക്തി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം എങ്ങനെ പ്രാർത്ഥിക്കണം? ഇതെങ്ങനെ സംഭവിക്കുമെന്നും പറഞ്ഞല്ല പ്രാർത്ഥിക്കേണ്ടത്. ഇത് സംഭവിക്കും. എൻ്റെ ദൈവം നടത്തും, എൻ്റെ ദൈവം പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഇത് ചെയ്ത് തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ, ബോധ്യത്തോടെ ഈ വചനം പ്രാർത്ഥിച്ചോ. കടബാധ്യതയുടെ കെട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൊട്ടിച്ചെറിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ചേച്ചി പറഞ്ഞു, അടുത്ത ആഴ്ച ഞങ്ങൾക്ക് പകുതിയെങ്കിലും കൊടുക്കണം. 19 ലക്ഷം കടബാധ്യത ഉണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരുപാട് പേർക്ക് ഈ വചനം കൊടുത്തു. അതിനു മുമ്പേ എൻ്റെ ജീവിതത്തിൽ കടബാധ്യത മൂലം വിഷമിക്കുന്ന, പൈസ ഇല്ലാതെ വിഷമിക്കുന്ന 3-4 വർഷം മുമ്പ് വലിയ ഒരു ക്ലേശത്തിൻ്റെ സമയം എൻ്റെ ജീവിതത്തിലുണ്ടായപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് തന്നൊരു വചനമാണിത്. സക്കറിയ 9:12. അന്ന് ഞാൻ ഈ വചനം എൻ്റെ ജപമാല കൈകളിൽ എടുത്ത്, പ്രിയപ്പെട്ടവരെ, ജപമാലയിൽ ഓരോ മണികളിലും ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സമയം കിട്ടുന്നത് പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം മനുഷ്യന് അത് അസാധ്യമാണ്. എൻ്റെ മാനസിക ബുദ്ധിയിൽ വെച്ച് അന്ന് ചിന്തിച്ചാൽ ആ കാര്യം നടക്കേല. പക്ഷേ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, നിനക്ക് അസാധ്യമായ ഒന്നുമില്ലല്ലോ. വചനത്തിൽ പറയുന്നത് ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ലെന്നാണല്ലോ. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കടഭാരത്തിൻ്റെ മേൽ ദൈവം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ജപമാല മുറുകെ പിടിച്ച് ഈ വചനം ഓരോ മണിയിലും ചൊല്ലി പ്രാർത്ഥിച്ചു. എന്താ സംഭവിച്ചെന്നറിയോ? അത്ഭുതകരമായി ദൈവം ആ മേഖലയിൽ ഇടപെട്ടു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ വചനം കടബാധ്യത മൂലം വിഷമിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് നൽകണം. അതിനുശേഷം ഞാൻ ആർക്കൊക്കെ ഈ വചനം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ അതിൽ നിന്ന് വിടുതൽ ലഭിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ ചേച്ചിക്ക് ഈ വചനം കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ചേച്ചി സമയം കിട്ടുന്ന പോലെ ചേച്ചി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അവർ പറയുകയാണ്, ബ്രദറെ, ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളുടെ ചിട്ടി നറുക്ക് ഞങ്ങൾക്ക് വീണു, 7 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടി. പ്രിയപ്പെട്ടവരെ, അവർക്കൊത്തിരി സന്തോഷം. കാരണം അവർ വിചാരിക്കാത്ത സമയത്ത്
പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർക്ക് ആ പൈസ ലഭിച്ചു. അവർ പറയുകയാണ്, ഇനിയുള്ള സമയങ്ങളിൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ബാക്കിയുള്ള പൈസ അടച്ചു തീർക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് ഇടപെടാൻ ഒരുപാട് വഴികളുണ്ട്. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ദൈവത്തിന് ആരെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസത്തിനുള്ള പ്രതിഫലമെന്ന് പറയുന്നത്. ഇതാണ് വിശ്വാസത്തിനുള്ള പ്രതിഫലം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ പേരാണ് ഫെയ്ത്ത്, വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വിശ്വാസം നമുക്കുണ്ടാവണം. ആ കുഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ കുടയും കരുതി. എന്തിനു വേണ്ടിയാ? കുഞ്ഞിനറിയാമായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ ദേശത്തിന് മഴ തരും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വചനം പറയുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാ പറഞ്ഞേ? ശിഷ്യന്മാർ. കർത്താവായ യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ടവർ, യേശുവിൻ്റെ കൂടെ നടന്നവർ, യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടറിഞ്ഞവർ, അവർ പറയുകയാണ്, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. എല്ലാ ദിവസവും നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ ഇരിക്കണം. നമ്മുടെ വിശ്വാസം നമ്മൾ ക്ഷയിപ്പിച്ച് കളയരുത് പ്രിയപ്പെട്ടവരെ. കാരണം വിശ്വാസത്തിന് വലിയ പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വീണ് പോയാലും എഴുന്നേൽക്കുവാനുള്ള കൃപ നൽകണമേ, അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ കണ്ടുകൊണ്ട് മുന്നേറുവാൻ എൻ്റെ കർത്താവ് എന്നെ കൈവിടില്ല, എൻ്റെ യേശു എന്നെ ഉപേക്ഷിക്കില്ല, എൻ്റെ ദൈവം എന്നെ തള്ളിക്കളയില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വിശ്വാസത്തോടെ ഒന്ന് പാടാമോ? കാണുന്നു ഞാൻ കർത്താവേ, ചെങ്കടൽ രണ്ടാക്കിയ എൻ്റെ ദൈവമേ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റിയ കർത്താവേ, എൻ്റെ ജീവിതം നീ പ്രവർത്തിക്കുമെന്ന് വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ഇനി പ്രാർത്ഥിക്കും, വെറുതെയല്ല, വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കും.
ചങ്കിൽ കൈവച്ചുകൊണ്ടൊന്ന് പാടിയേ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് കർത്താവിനോട് പറയുന്നതല്ല വിശ്വാസം. എനിക്കൊരു കർത്താവുണ്ടെന്ന് പ്രശ്നങ്ങളോട് പറയുന്നതാണ് വിശ്വാസം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ പറഞ്ഞത്? ഒന്ന് പറയാമോ? എന്താ പറഞ്ഞേ? എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് കർത്താവിനോട് പറയുന്നതല്ല വിശ്വാസം. എനിക്കൊരു കർത്താവുണ്ടെന്ന് പ്രശ്നങ്ങളോട് പറയുന്നതാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഇത് ഹൃദയത്തിൽ ഏറ്റെടുക്കണം. എൻ്റെ പ്രശ്നങ്ങൾ നോക്കി പറയണം, എനിക്കൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ദൈവം ഇടപെടും കേട്ടോ. നമ്മളെത്ര ഭാഗ്യവാന്മാരാ അല്ലേ? ഈശോ ഇത്രമാത്രം സ്നേഹിക്കാൻ പറ്റിയ നമ്മളാ. നിയമാവർത്തനങ്ങളുടെ പുസ്തകം 4-7 പറയുന്നുണ്ടല്ലേ, നമ്മുടെ ദൈവമായ കർത്താവ് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവം ഇത്ര അടുത്തായിരിക്കുന്ന വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര അടുത്ത് നമ്മുടെ ഇരിക്കുക. പക്ഷെ എന്താണെന്നറിയോ, നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കിയാൽ അത്ഭുതമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. വീണ്ടും നമ്മൾ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 22-ാം അധ്യായം, ബൈബിളുള്ളവർ ബൈബിൾ തുറക്കുക. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. 31 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുകയാണ്. ബൈബിളുള്ളവർ ബൈബിൾ എടുക്കുക, മൊബൈലുള്ളവർ മൊബൈലിൽ ബൈബിൾ നോക്കുക കേട്ടോ. അവിടെ പത്രോസ് ഗുരുവിനെ നിഷേധിക്കുന്നു. ആ കാര്യമാണ് അവിടെ പറയുന്നത്. വായിക്കാം. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോ പത്രോസിനോട് പറയുകയാണ്, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താണ് നീ ചെയ്യേണ്ടത്? നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ഹല്ലേലൂയ. കർത്താവ് മുൻകൂട്ടി കണ്ടു. പത്രോസ് വീണുപോകുന്ന കർത്താവ് മുൻകൂട്ടി കണ്ടു. കർത്താവ് പറഞ്ഞു, പത്രോസേ, ശിമയോനെ, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ, വിശ്വാസത്തിന് നീ തളർന്നു പോകാതിരിക്കാൻ, നിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കാൻ, കൈവിട്ട് കളയാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഗെത്സമേനിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് പത്രോസിനോട് പറയുക. അപ്പോൾ പത്രോസ് പറഞ്ഞ എന്താ? ശിമിയോൻ പറഞ്ഞു, കർത്താവേ, നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാനും ഞാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് പറയുക, നിന്റെ കൂടെ കാരാഗൃഹത്തിൽ പോകാനും മരിക്കാനും ഞാൻ തയ്യാറാണ്. കർത്താവ് എന്ത് പറഞ്ഞു? സിമ്പിളായിട്ട് യേശു പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ലേ എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുൻപ് ഇന്ന് കോഴി കൂവുകയില്ല. ഹല്ലേലൂയ. ഈ ധീരതയോടെ പറഞ്ഞ പത്രോസ്, നിന്റെ കൂടെ കാരാഗൃഹത്തിൽ വരാനും മരിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് യേശുവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ പത്രോസ് പിന്നെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം അല്ലേ? എന്തുകൊണ്ടാണ്? അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇത് മുമ്പിൽ കണ്ടുകൊണ്ട് കർത്താവ് പറഞ്ഞു, ശിമയോനെ, ശിമയോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണ്?
സാത്താനാണ്, പിശാചാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ, സഭയെ തകർക്കാൻ, വൈദികരെ അപമാനിക്കാൻ, സഭയ്ക്ക് നാണക്കേടുണ്ടാക്കാൻ, ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ്, പിശാചാണ്, പൈശാചിക പ്രവർത്തനങ്ങളാ. ഇതിൻ്റെ പുറകെ ഒന്നും നമ്മൾ പോകരുത്. നമ്മൾ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളണം. ഇവിടെ കർത്താവ് പറഞ്ഞു, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചിട്ടുണ്ട്, എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. 3 പ്രാവശ്യം തള്ളി പറഞ്ഞു, കോഴി കൂവി. പ്രൈസ് ദി ലോർഡ്. എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ളൊരു വചനഭാഗമാണ്. ഞാൻ ഈ വചനം വായിക്കുമ്പോൾ ആ കോഴിയുടെ കാര്യം, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോയെന്നറിയില്ല, പക്ഷേ ഞാൻ കോഴിയെക്കുറിച്ച് ചിന്തിച്ചു. കാരണം കർത്താവ് ഇത് പറയുമ്പോൾ പത്രോസേ ഉള്ളൂ അവിടെ, കോഴിയില്ല അവിടെ. പക്ഷെ കർത്താവ് പറഞ്ഞതനുസരിച്ച് ആര് കൂവി? കോഴി കൂവി. പ്രൈസ് ദി ലോർഡ്. ഈ ബൈബിളിൽ എത്രയോ മൃഗങ്ങളാണെന്നറിയോ ദൈവത്തെ അനുസരിക്കണേ. കോഴി കൂവി, കഴുത സംസാരിച്ചു, യോനാ പ്രവാചകനെ നിനവയിലെത്തിക്കാൻ തിമീങ്കലം വന്നു. ഇങ്ങനെ എത്രയോ മനുഷ്യർ. കാക്ക അപ്പം കൊണ്ടുവന്നു കൊടുത്തു. ഇതാ വചനം പറയുന്നത്, കാള തൻ്റെ യജമാനനെയും കഴുത തൻ്റെ ഉടമസ്ഥനെയും അറിയുന്നു, എന്നാൽ എൻ്റെ ജനം എന്നെ മനസ്സിലാക്കുന്നില്ല. അന്നും ഇന്നുമുള്ള സ്വർഗത്തിൻ്റെ വേദനയാണ്, കണ്ണുനീരാണ്. ദൈവജനം ദൈവത്തെ മനസ്സിലാക്കുന്നില്ല. ഇതങ്ങ് ഏദൻ തോട്ടം തൊട്ട് തുടങ്ങിയ പരിപാടിയാ. ദൈവമെല്ലാം നൽകി കഴിയുമ്പോൾ, ദൈവമെല്ലാം കൊടുത്തു കഴിയുമ്പോൾ, ദൈവത്തെ മനസ്സിലാക്കാതെ ലോകത്തിന്റെ പിന്നാലെ സുഖത്തിനും മോഹത്തിനും പുറകെ പോയി ജീവിതങ്ങൾ നശിപ്പിക്കുന്ന, ആത്മാക്കളെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു തലമുറയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപം പെരുകിയ ഒരു കാലഘട്ടമായത്. എല്ലാ കാലഘട്ടത്തിലും പാപമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു പാപം. പക്ഷേ നമ്മൾ ഈ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ പാപം പെരുകി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വചനം പറയുന്നു, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. ഈ തിരിച്ചറിവാണ് വിശ്വാസികൾക്കുണ്ടായത്. ഈ ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഈ ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. ഈ ജ്ഞാനമാണ് നമ്മളെ മുമ്പോട്ട് നയിക്കേണ്ടത്. ഈ വിശ്വാസത്തിലാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. എന്ത് സംഭവിച്ചു? പത്രോസ് അവിടെ വീണു, കോഴി അവിടെ കൂവി. പക്ഷേ പത്രോസ് വീണു പോയില്ല. അവൻ എഴുന്നേറ്റു, അവൻ തിരിച്ചു വന്നു, അവൻ തൻ്റെ കൂടെയുള്ളവരെ ശക്തിപ്പെടുത്തി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ ഒരാൾ മതി. കുടുംബത്തിലുള്ള സകലരും വീണുപോയാലും ഒരാൾ മതി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിനെ ഇന്നല്ലെങ്കിൽ നാളെയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് ദൈവം ഉയർത്തും. ആ കുടുംബത്തിലെ മക്കളെ സകലവിധത്തിലുള്ള പാപ ശാപ രോഗബന്ധനങ്ങളിൽ നിന്നും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, മുട്ടിന്മേൽ നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ, ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ, ഒരു ദേശത്തിലുണ്ടെങ്കിൽ, ഒരു ഇടവകയിലുണ്ടെങ്കിൽ ദൈവം അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കാൻ ആളില്ലാത്തതാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്തതിന്റെ കാരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് തിരിച്ചു വന്നു, അവൻ വീണുപോയില്ല, വീണിട്ടു എഴുന്നേറ്റു. നമുക്ക് തരുന്ന മാതൃകയാ. വീണുപോയവരാണോ? എഴുന്നേൽക്കണം. വീണു, ഇനി അതാണെങ്കിലും പോട്ടെ, ഇങ്ങനെ തന്നെ പോട്ടെ. അങ്ങനെയല്ല, വീണെങ്കിൽ എഴുന്നേൽക്കണം. ശ്രേഷ്ഠമായ കൂദാശ, കുംഭസാരം എന്ന കൂദാശയിൽ ഏറ്റുപറയണം, തിരിച്ചു വരണം, അഭിഷേകത്തോടെ വിശ്വാസത്തോടെ മുന്നേറണം, കർത്താവിന് വേണ്ടി ഇറങ്ങണമെന്ന് ഈ കാലഘട്ടത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
2012 ബഹുമാനപ്പെട്ട സന്തോഷ് കരുമത്ര ബ്രദർ ഞങ്ങളുടെ അവിടെ ജീസസ് യൂത്തിൻ്റെ ലീഡേഴ്സിനെ ധ്യാനിപ്പിക്കാൻ വേണ്ടി വന്നു. 2012 ജൂൺ 12, 13, 14, 15 തീയതികളിൽ. അതിന്ന് ഓർക്കാൻ കാരണം അന്ന് ആ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ തന്ന ഒരു അഭിഷേകമാണ് ഇന്നും കർത്താവ് ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നൊരാഗ്രഹം കിട്ടി. അന്ന് ഞങ്ങൾ 19 പേര് പങ്കെടുത്തു. പക്ഷേ മറ്റാരും തന്നെ കർത്താവിന് വേണ്ടി ഇറങ്ങിയില്ല. ദൈവം മാറ്റി നിർത്തി. പ്രിയപ്പെട്ടവർ, ഇന്നും കർത്താവിന് വേണ്ടി നിലനിൽക്കാനുള്ള കൃപ കർത്താവ് തന്നു. കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ ഒരൊറ്റ ജീവിതമേ നമുക്കുള്ളൂ. കർത്താവിന് വേണ്ടി ജീവിക്കണം. പാപത്തിൽ സുഖമുണ്ട്. നമ്മൾ നാളെ അതിനെക്കുറിച്ച് കുറേ കൂടി കൂടുതലായി പഠിക്കും. പാപവും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മേഖലകളെക്കുറിച്ച് നാളെ നമ്മൾ പഠിക്കും. ഈ പാപത്തിൽ സുഖമുണ്ട് പ്രിയപ്പെട്ടവരെ. എങ്കിലും ഈ കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം തരുന്നത് അത് ഈ ലോകത്തിൽ ഒന്നിനും തരാൻ പറ്റില്ല. പാപത്തിൽ നിന്ന് ലഭിക്കുന്ന സുഖം നൈമിഷികമാണ്. എല്ലാം മറക്കാൻ മദ്യം കഴിക്കുന്നു. എല്ലാം മറക്കാനാണ് മദ്യം കഴിക്കണേ. കഴിച്ചു കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ എല്ലാം ഓർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും മറക്കാൻ വീണ്ടും വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവം തൊട്ടാലോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആന്തരിക സൗഖ്യം തന്നാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പ്രിയപ്പെട്ടവരെ, നമ്മളെ വേദനിപ്പിച്ചവരെ, നമ്മെ ദ്രോഹിച്ചവരെ എല്ലാവരെയും നമ്മൾ കർത്താവ് പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്ന് മായ്ച്ചു കളയാതെ നമുക്കൊരിക്കലും ഓർമ്മ കാണില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മളെ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. വീണ് പോയാലും എഴുന്നേറ്റേക്കണം. വീഴാതെ ഒരു ജീവിതമില്ല. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധർ പോലും വീണു പോയിട്ടുണ്ട്. പക്ഷേ അവർ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ പത്രോസ് ആരാ? ആദ്യത്തെ മാർപ്പാപ്പ. സഭയെ നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ആദ്യത്തെ വ്യക്തി പത്രോസ. വീണുപോയെ, എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കണ്ടോ, വീണാലും എഴുന്നേക്കണം. അതാണ് വിശ്വാസമെന്ന് പറയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, സന്തോഷത്തോടെ പറഞ്ഞേ, സ്നേഹത്തോടെ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചിട്ട് ഒന്ന് പറഞ്ഞേ, വീണു പോയാലും യേശുവിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കണം. കുടുംബത്തിലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പരസ്പരം കൈ കൊടുത്ത് സന്തോഷത്തോടെ പറയണം, വീണാലും എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് 7-ാം അധ്യായത്തിൽ, എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് നിങ്ങൾ ആഹ്ലാദിക്കേണ്ട, ഞാൻ വീണാലും എഴുന്നേൽക്കും, ഇരുട്ടിലായിരുന്നാലും കർത്താവ് എൻ്റെ പ്രകാശമായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ വീണാലും നമ്മൾ എഴുന്നേക്കാൻ തയ്യാറാകണം. നമ്മൾ വീണെടുത്ത് തന്നെ കിടക്കരുത്. 3-ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട 3-ാമത്തെ കാര്യം, പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്താൻ തയ്യാറാവുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലർക്കും പ്രാർത്ഥിക്കാൻ സമയമില്ല. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമയമുണ്ട്. പ്രാർത്ഥിക്കാൻ സമയമില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥിക്കാൻ വ്യക്തിപരമായി ഈശോയുമായിട്ടുള്ള ഒരു അടുപ്പമുണ്ടെങ്കിൽ മാത്രമേ ദൈവിക പ്രവർത്തികൾ, ദൈവ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും കടന്നു വരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ അടുപ്പം വരേണ്ടത് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയാണ്. ഇതെങ്ങനെ സാധിക്കും? എങ്ങനെ നമുക്കിങ്ങനെ പ്രാർത്ഥന ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും? അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തന്നൊരു വഴിയാണ്. എന്നെ പഠിപ്പിച്ചതും എന്നെ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ വഴി നിങ്ങളോട് പറയാം. പ്രാർത്ഥിക്കാൻ മനഃപൂർവം സമയം കണ്ടെത്തണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
പ്രാർത്ഥിക്കാൻ നമ്മൾ മനഃപൂർവ്വം സമയം കണ്ടെത്തണം. ബാക്കി എല്ലാത്തിനും നമുക്ക് സമയം കിട്ടും. ബാക്കി ഒന്നിനും നമ്മൾ സമയം കണ്ടെത്തേണ്ട കാര്യമില്ല. എൻജോയ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടും, അടിച്ചു പൊളിക്കാൻ നമുക്ക് സമയം കിട്ടും, ഈ ലോകത്തിൻ്റെ മറ്റു പല കാര്യങ്ങൾക്ക് പോകാൻ അതിലൊക്കെ ഏർപ്പെടാൻ നമുക്ക് സമയം കിട്ടും. എന്നാൽ പ്രാർത്ഥിക്കാൻ മാത്രം നമുക്ക് സമയമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ മനഃപൂർവ്വം നമ്മൾ സമയം കണ്ടെത്തണം. കുത്തിയിരിക്കണം കർത്താവിൻ്റെ മുമ്പിൽ. പ്രശ്നമോ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടും. പ്രശ്നമോ ഒരിക്കൽ ഒരു കുഞ്ഞും അമ്മയും തൻ്റെ അടുത്ത വീട്ടിൽ വളരെയധികം പ്രശ്നങ്ങളാണ്, ഒച്ചപ്പാടും ബഹളമൊക്കെ നടക്കുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു. അപ്പോൾ ഈ കുഞ്ഞമ്മയോട് ചോദിച്ചു, അമ്മേ ഇനി അവരെന്ത് ചെയ്യും? അമ്മ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ ഇനി അവർ അത് കേസ് കൊടുക്കും, കുടുംബ കോടതിയിൽ കേസ് കൊടുക്കും. കുഞ്ഞു ചോദിച്ചു, അമ്മേ കുടുംബ കോടതി കൈവിട്ടാൽ അവരെന്ത് ചെയ്യും? അമ്മ പറഞ്ഞു, കുടുംബ കോടതി കൈവിട്ടാൽ മോളെ അവർ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കും. കുഞ്ഞു ചോദിച്ചു, ഹൈക്കോടതി കൈവിട്ടാലോ? ഹൈക്കോടതി കൈവിട്ടാൽ അമ്മേ അവർ സുപ്രീം കോടതിയിൽ പോകും. കുഞ്ഞു ചോദിച്ചു, സുപ്രീം കോടതി കൈവിട്ടാലോ? അമ്മ ഒരു നിമിഷം ഒന്നും മിണ്ടാതിരുന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു, സുപ്രീം കോടതി കൈവിട്ട പിന്നെ അവർക്ക് ഒരേ ഒരു കോടതിയുള്ളൂ, ദൈവത്തിൻ്റെ കോടതി. ഇത് കേട്ട കുഞ്ഞു പറഞ്ഞു, എങ്ങനെയെങ്കിലും അമ്മേ അവർക്ക് ആദ്യമേ തന്നെ ഈ ദൈവത്തിൻ്റെ കോടതിയിലേക്ക് വന്നാൽ പോരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ഇതുപോലെയൊക്കെയാണ്. നമ്മൾ പല പ്രശ്നങ്ങൾ വരുമ്പോൾ പല വ്യക്തികളിലേക്കും പല നമ്മളെ ജീവിതങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന പല സാഹചര്യങ്ങളിലേക്കും പല മേഖലയിലേക്കൊക്കെ നമ്മൾ പോകും. എല്ലാവരും കൈയൊഴിയുമ്പോൾ, എല്ലാ വാതിലും അടഞ്ഞു കഴിയുമ്പോൾ, ഇനി ആരും നമ്മളെ സഹായിക്കാനില്ല എന്ന് നമ്മൾ തന്നെ തീർപ്പ് കൽപ്പിക്കുമ്പോൾ അവസാനം നമ്മളെവിടെ വരും? കർത്താവിൻ്റെ അടുത്ത് വരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആദ്യമേ തന്നെ നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നെങ്കിലോ? മനസ്സിലാകുന്നുണ്ടോ? ആദ്യമേ തന്നെ നമ്മൾ ഈ ഇൻറ്റൻഷൻ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും അത് ആദ്യമേ തന്നെ കർത്താവിൻ്റെ സന്നിധി നമ്മൾ കൊടുത്താലോ അവിടെ ദൈവം ഇടപെടും. ഹല്ലേലൂയ. അവിടെ കർത്താവ് പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ശക്തമായിട്ടുണ്ടാകും. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ്. മാർത്തായും മറിയവും. നമുക്കറിയാം, യേശു അവിടെ വരുന്നു, മാർത്ത സ്വീകരിക്കുന്നു. വചനഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, അവൾക്ക് മറിയ എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കിലിരുന്നു. എന്നാൽ മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മറിയ എവിടെയിരുന്നു? കർത്താവിൻ്റെ പാദത്തിൻ്റെ സന്നിധിയിലിരുന്നു. മാർത്തയോ കർത്താവിനെ സ്വീകരിക്കാൻ, കർത്താവിനെ സൽക്കരിക്കാൻ, കർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അവൾ ഒത്തിരിയേറെ പണിയിലായിരുന്നു. അവർ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിരുന്നു. വചനം പറയുകയാണ്, വ്യഗ്രചിത്തയായിരുന്നു. വ്യഗ്രചിത്തത. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ തലയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പല സമയങ്ങളിലായിട്ട്. ടെൻഷൻ കൂടി അവസാനം പല രോഗങ്ങൾ, BP കൂടുന്നു, അങ്ങനെയുള്ള പല രോഗങ്ങൾ, കൊളസ്ട്രോൾ വരുന്നു. ടെൻഷനാണ് ഇന്ന്. ലോകം മുഴുവൻ ടെൻഷനാണ്. ഇവിടെ മാർത്തയ്ക്ക് ഇത് തന്നെയായിരുന്നു. അവൾ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, കർത്താവെ, ശുശ്രൂഷയ്ക്ക് എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. മാർത്തയുടെ പരാതിയാ. മറിയം, കർത്താവ് എന്നെ സഹായിക്കുന്നില്ല, എന്നെ തനിയെ വിട്ടിരിക്കുക, അവളോട് സഹായിക്കാൻ പറയുക. മാനുഷ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ശരിയാണ്, കർത്താവ് വന്നിരിക്കുകയാണ്, കർത്താവിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ ചെന്ന് സഹായിക്കണം, അല്ലേ? മാനുഷ്യമായിട്ടൊക്കെ. പക്ഷേ മറിയം കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കർത്താവിന് വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നു. മാർത്തയാകട്ടെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. മാർത്ത ഈ കംപ്ലൈൻറ്റ് കർത്താവിനോട് പറഞ്ഞപ്പോൾ, എൻ്റെ അനിയത്തി എന്നെ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ എന്താണ്? കർത്താവ് അവളോട് പറഞ്ഞു,
മാർത്ത, മാർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. മറിയം തിരഞ്ഞെടുത്തത് എന്താ? കർത്താവിൻ്റെ പാദത്തിൻ്റെ സന്നിധിയിൽ വന്നിരുന്നു. ഇരിക്കാൻ പറ്റുമോ? ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കാൻ പറ്റുമോ? ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ചാപ്പലുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ എവിടെയാണെങ്കിലും പ്രാർത്ഥിക്കാൻ നമുക്ക് ഇരിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ ഇരുന്നാൽ മറിയത്തോട് ദൈവം പറഞ്ഞ അതേ കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തു. ഇതിന് നമുക്ക് സമയമില്ല. പ്രാർത്ഥിക്കാൻ സമയമില്ല, ബൈബിൾ വായിക്കാൻ സമയമില്ല, കൊന്ത ചെല്ലാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. പക്ഷേ വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസിയാണ്. ക്രിസ്ത്യാനിയാണോ എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയാണ്. പ്രൈസ്. പക്ഷേ പ്രാർത്ഥനയിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, ദൈവമായുള്ള ബന്ധത്തിൽ നേരെ അകലെയാണ്. കാരണം കർത്താവുമായുള്ള ബന്ധത്തിൽ നമ്മൾ വളരുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത്, വിശുദ്ധർ പറയുന്നതാണ്, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സംസാരമാണ്. ദൈവത്തിൻ്റെ ഹൃദയം തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ മറിയം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു. കാരണം അവൾക്ക് മനസ്സിലായി ഇത് ശ്രേഷ്ഠമായ സമയമാണ്. ഈ സമയത്ത് വേറെ കാര്യങ്ങൾ ചെയ്ത് അടക്കേണ്ടതല്ല, കർത്താവിൻ്റെ അടുത്തിരിക്കണം. എനിക്ക് കർത്താവിൽ നിന്ന് കുറേ കാര്യങ്ങൾ ലഭിക്കാനുണ്ട്. അവൾ കർത്താവിൻ്റെ അടുത്തിരുന്നു. കർത്താവ് പറഞ്ഞു, അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇതായ പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നതനുസരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി നല്ല ഭാഗം തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന സ്വർഗീയമായ പുണ്യങ്ങളുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളുണ്ട്, പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന വലിയ കൃപകളുണ്ട്. ഇതൊന്നും നമ്മളിൽ നിന്ന്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ നിന്ന്, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന വ്യക്തിയിൽ നിന്ന്, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒരു കാലത്തും എടുക്കപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ കർത്താവ് പറയുന്ന ശിഷ്യന്മാരോട് നോക്കിയിട്ട് ഗെത്സമേനി പ്രാർത്ഥിച്ച് കർത്താവ് വരുമ്പോൾ, നിങ്ങൾ ഉറങ്ങുന്നുവോ, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കുക മാത്രമല്ല, പ്രാർത്ഥനയില്ലാത്ത വ്യക്തിയുടെ ജീവിതത്തിൽ, പ്രാർത്ഥനയില്ലാത്ത മനുഷ്യരുടെ ജീവിതത്തിൽ, പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിൽ, പ്രാർത്ഥനയില്ലാത്ത സമൂഹങ്ങളിൽ, പ്രാർത്ഥനയില്ലാത്ത കൂട്ടായ്മകളിൽ പിശാച് പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയാം, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ ടെംപ്റ്റേഷൻ വരാൻ കാരണം നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു പോയതുകൊണ്ടാണ്. പ്രാർത്ഥന കൂടിയാലും ടെംപ്റ്റേഷൻ വരും, പക്ഷേ അതിനെ അതിജീവിക്കുവാനുള്ള കൃപ, അതിനെ കടത്തി വെട്ടുവാനുള്ള കൃപ, അതിൻ്റെ മീതെ ചവിട്ടി നടക്കുവാനുള്ള കൃപ, അഭിഷേകം നമ്മുടെ മേൽ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ സ്വർഗം നമ്മുടെ മേൽ വർഷിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അൽമായ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷെക്കീന TV അതുപോലെയുള്ള സഭയുടെ ചാനലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന കൊണ്ട് നമ്മൾ താങ്ങി നിർത്തണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കൊണ്ട് നമ്മൾ ബലപ്പെടുത്തണം. ദൈവത്തിനായി ഇറങ്ങിയ മനുഷ്യർ വീണു പോകാതിരിക്കാൻ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ബലപ്പെടുത്തണം അവരെ.
നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിന് കിട്ടും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വെറുതെ പറയുകയല്ല. ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവനുണ്ടായിരുന്ന ഐശ്വര്യം തിരികെ കൊടുത്തു, ഇരട്ടിയായി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പാപത്തിൽ വീണുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാകണം, അതിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും, നമ്മുടെ കുടുംബത്തിന് കിട്ടും, നമ്മുടെ മക്കൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാണണം. നമ്മൾ ലോകത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് വെറുതെ എന്താ ഈ പറയണേ, ഇതൊരു ലോജിക്കോടെ പറയുന്ന നമുക്ക് ചിന്തിക്കാം. ഇത് വിശ്വാസത്തോടെ നമ്മൾ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവന് പിന്നെ എന്ത് പ്രയോജനമെന്നാണ് വചനം പറയുന്നത്. നമ്മുടെ ജീവിതങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കണം. നമുക്ക് ആവശ്യമാണ്, നമുക്ക് ജീവിക്കാൻ സമ്പത്ത് വേണം, ജോലി വേണം, കുടുംബം വേണം, നല്ല ഭാവി വേണം, ജീവിത പങ്കാളി, മക്കൾ, ഇതെല്ലാം നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ്. പക്ഷേ ഇവിടെയൊക്കെ ആയിരിക്കുമ്പോഴും നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. ഈ വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന കൃപകൾ അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ, അത്ഭുതം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കർത്താവ് 100 ഇരട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ നമ്മൾ നിലനിൽക്കണം. പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണം. നമ്മൾ സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ വചനവും കൂടി ധ്യാനിച്ച ഇന്നത്തെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം, അതിൻ്റെ 1-ാം അധ്യായം സാമുവേൽ പ്രവാചകൻ്റെ ജനനത്തെക്കുറിച്ച് പറയുക. എൽക്കാന ഹന്ന ദമ്പതികൾ, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. പെനീനായിക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായിക്കാരുടെ മക്കളില്ലായിരുന്നു. ഈ പെനീന ഹന്നയെ എപ്പോഴും വേദനിപ്പിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെയൊക്കെ വിഷമമായി. ഇവള് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ ചെന്നു. ശീലയിൽ വെച്ച് ദൈവാലയത്തിൽ ഇവള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ട ദമ്പതികളെ, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. ഈ വചനം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകാൻ ശക്തമായ ഒരു വചനമാ. നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ദൈവം മാറ്റിവെച്ചിരിക്കുന്ന ഒരു വചനമാ. അവൾ എന്ത് ചെയ്തു? ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആദ്യം തന്നെ ഹന്ന ചെയ്ത എന്താ? കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മനസ്സിലാണ്, പ്രാർത്ഥിക്കാൻ നമ്മളെപ്പോഴും സമയം കണ്ടെത്തണം. കർത്താവിൻ്റെ സന്നിധി വന്നിരുന്നു. പിന്നെ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇത് കണ്ടപ്പോൾ അവിടുത്തെ ഏലി പുരോഹിതന് വിചാരിച്ചു ഇവള് മദ്യപിച്ചിട്ടാണ് ഇവൾ പ്രാർത്ഥിക്കുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. കാരണം അതുപോലെ ഇവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവളുടെ ചുണ്ട് മാത്രമേ അനങ്ങുന്നുള്ളൂ. ഇവൾ ഉള്ളിൽ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് ഏലി അവളോട് പറഞ്ഞു, നീ ഉന്മത്തിയായിരിക്കുന്നോ, നിന്റെ ലഹരി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ, പുരോഹിതൻ പറഞ്ഞപ്പോൾ ഹന്ന പ്രതികരിച്ചു, എൻ്റെ ഗുരു, അങ്ങനെയല്ല, വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. കുഞ്ഞുങ്ങളില്ലാത്ത വിഷമം 1, 2 എൻ്റെ ഭർത്താവിൻ്റെ മറ്റേ ഭാര്യയുടെ കയ്യിൽ നിന്നുള്ള പീഡനങ്ങൾ, അതുമൂലമുള്ള മാനസിക വേദന, പിരിമുറുക്കം, സമ്മർദ്ദം, ഇതെല്ലാം കൊണ്ട് ഞാൻ മനോവേദന അനുഭവിക്കുക.
എന്നിട്ട് എന്താ പറഞ്ഞത്? വീഞ്ഞോ ലഹരിയോ പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല, കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ ഹൃദയ വികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ ഹൃദയ വികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായ ഒരു ഡെഫിനിഷനാണ് ഇത്. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ബ്രദറെ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥന ഒന്ന് പറഞ്ഞു തരാമോ? പ്രാർത്ഥന പറഞ്ഞു തരേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ മുമ്പിൽ പോയി ഇരിക്ക്, നിന്റെ ഹൃദയ വികാരങ്ങൾ കൊടുക്ക്, ഇതാ പ്രാർത്ഥന. അന്ന പറഞ്ഞു, എൻ്റെ ഹൃദയ വികാരങ്ങൾ ഞാൻ ദൈവ തിരുമുൻപിൽ, എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ കൊടുക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏലി പറഞ്ഞു, സമാധാനമായി പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. പ്രൈസ് ദി ലോർഡ്. പിന്നീട് ഒരിക്കലും അവൾ വിഷമിച്ചിട്ടില്ല. എന്താ സംഭവിച്ചത്? അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണെന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കുഞ്ഞിനെ കർത്താവ് തന്ന കുഞ്ഞായതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ സമർപ്പിച്ചു. ദേവാലയത്തിൽ കൊണ്ടുപോയി പുരോഹിതൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. സാമുവേലിനെ സമർപ്പിച്ചു. സാമുവേൽ വളർന്നു, ബാലനായി, പ്രവാചകനായി, അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമായി മാറി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. പ്രേയർ ഈസ് പവർ. പ്രാർത്ഥന ദൈവത്തിൻ്റെ ഹൃദയം തുറക്കുന്ന താക്കോലാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരുന്നാൽ, നമ്മുടെ ഹൃദയ വികാരങ്ങൾ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കൊടുത്താൽ തീർച്ചയായിട്ടും ദൈവം ഇടപെടും. നമുക്കെല്ലാവർക്കും ഈ സമയങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് നമ്മൾ കേട്ട ഈ വചനങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കേട്ടത്. ഒന്ന്, ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുക. ഡ്രോ നിയർ ടു ഗോഡ് ആൻഡ് ഹി വിൽ ഡ്രോ നിയർ ടു യു. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. വിശ്വാസത്തിന് വലിയ പ്രതിഫലമുണ്ട്. പത്രോസിനോട് ഈശോ പറഞ്ഞു, നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം, നിൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോകരുത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മൂന്നാമത്തെ കാര്യം, പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. പ്രാർത്ഥന മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു. ദൈവത്തെ കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഹൃദയം തുറക്കുന്ന താക്കോല. പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നവരാണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. 1-ാം ദിവസത്തെ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുമ്പോൾ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നമുക്ക് കൊടുക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ അരൂപിയായി കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മളിൽ മാംസം ധരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ ഷെക്കേന ടെലിവിഷനിലൂടെ പോകുന്ന എല്ലാ ശുശ്രൂഷകളെയും, ഇവിടെയുള്ള എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും, ബഹുമാനപ്പെട്ട സന്തോഷ് കരുമത്ര ബ്രദർ, അഭിവന്യ പിതാക്കന്മാർ, എല്ലാവരും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആൻഡ്രൂസ് താഴത്ത് പിതാവിനെയും ടോണി നീലങ്കാവിൽ പിതാവിനെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
സഭയുടെ വലിയ ഒരു ശബ്ദമായി ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ദൈവം ഷെക്കേന ചാനലിനെ ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഇനിയും ശക്തമായി ലോകം മുഴുവൻ ഈ മാധ്യമ ശബ്ദം അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ, ആഴപ്പെടുവാൻ, അനേകം ക്രിസ്തീയ വിശ്വാസികൾ ശക്തി പ്രാപിക്കുവാൻ ഈ മാധ്യമ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കുഞ്ഞുമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളും നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവേ, ഇടപെടണമേ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി ഞങ്ങളുടെ ജീവിതങ്ങളിൽ നീ പ്രവർത്തിക്കണമേ. നിന്റെ അരുവിയിൽ അണഞ്ഞിടുവാൻ, നിന്റെ അരുവിയിൽ നിന്നും നുകരാൻ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നിന്റെ അരുവിയിലണഞ്ഞിടുവാൻ കർത്താവെ സഹായിക്കണം. നിന്റെ അരുവിയിൽ നിന്നും നുകരാൻ, നിന്റെ അരുവിയിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥാ. ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ആമേൻ. സകല വിശുദ്ധരോടും മാലാഖമാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവന്യ പിതാക്കന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകം മുഴുവനുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും സന്യസ്തരോടും അൽമായ ശുശ്രൂഷരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇടപെടണമേ. നിന്റെ അരുവിയിലണഞ്ഞിടുവാൻ, നിന്റെ അരുവിയിൽ നിന്നും നുകരാൻ, നിന്റെ അരുവിയിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥാ. എല്ലാവരും ചേർന്ന് പാടിയേ. ഈശോയേ, ഇടപെടണമേ കർത്താവേ. അരുവിയിൽ നിന്നും നുകരാൻ, നിന്റെ അരുവിയിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥാ. കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവസ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്കെതിരെ വരുന്ന സകല ശക്തികളെയും കർത്താവെ സ്നേഹത്തോടെ കാണുവാൻ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവെ, സ്നേഹമുള്ളൊരു ഹൃദയം, നിർമ്മലമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം, സ്നേഹം നൽകണമേ. കർത്താവെ, ഇടപെടണമേ. സങ്കീർത്തനം 133:1, സഹോദരർ ഒരുമിച്ച് വസിക്കുന്നത് എത്രയോ വിശിഷ്ടവും ദൈവസന്നിധിയിൽ പ്രീതിജനവുമാണ്. ഈ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മയിൽ, തിരുസഭയിൽ മാംസം ധരിക്കട്ടെ. നിന്റെ സ്നേഹത്തിലണഞ്ഞിടുവാൻ, നിന്റെ സ്നേഹത്തിൽ നിന്നും നുകരാൻ, നിന്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥാ. നിന്റെ സ്നേഹത്തിലണഞ്ഞിടുവാൻ, നിന്റെ സ്നേഹത്തിൽ നിന്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥാ. പൊന്നു
കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ദൈവമേ. നീ മാത്രം പരിശുദ്ധൻ, നീ മാത്രം ദൈവം. ഇതുപോലെ ശക്തനായ ഒരു ദൈവം കർത്താവേ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളെ പ്രാർത്ഥനയിൽ ആഴപ്പെടുത്തണമേ, ഞങ്ങളുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കണമേ ദൈവമേ. അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ, വരങ്ങൾ, അഭിഷേകം കർത്താവേ ഞങ്ങളുടെ മേൽ പകരണമേ. കുടുംബങ്ങൾ ബലം പ്രാപിക്കട്ടെ, യുവജനങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരട്ടെ, ദമ്പതികൾ സ്നേഹത്തിൽ ഐക്യപ്പെടട്ടെ, ദൈവരാജ്യ ശുശ്രൂഷകർ കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ, തിരുസഭ വളരട്ടെ, അഭിഷേകത്താൽ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, വ്യക്തികളെ അനുഗ്രഹിക്കണമേ. കണ്ണുനീരോടെ, വേദനയോടെ, ആകുലപ്പെട്ട് മനസ്സ് നീറി കർത്താവേ പ്രിയപ്പെട്ട മക്കളെല്ലാവരുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇനി എന്തു ചെയ്യും, മുമ്പോട്ട് എങ്ങനെ പോകുമെന്ന് ആകുലപ്പെട്ടു പോകുന്ന, നീറുന്ന സകല ഹൃദയങ്ങളെയും ഈശോയെ അങ്ങയുടെ ജീവിക്കുന്ന വചനത്തിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. ഹോളി ഹോളി ആരാധന യേശുവേ, ആരാധന. ഹല്ലേലൂയ. ഓ കൃപാവരങ്ങൾ നിറയട്ടെ, സ്നേഹം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഈശോയെ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞു. ദൈവത്തിന് നന്ദി പറയാം. എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന്. നാളെയും മറ്റന്നാളും ഉണ്ട്. നിങ്ങളോടൊരു കാര്യം പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഓരോ ജപമാല നിങ്ങൾ ചൊല്ലണം. ഇന്നും നാളെയുമായിട്ട് ശുശ്രൂഷയുടെ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം. ഒത്തിരി സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ നാളെ നമ്മൾ കൂടുതൽ ഒരു വിശുദ്ധീകരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി നിങ്ങൾ വരണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഞങ്ങളുണ്ടാവണം. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.